ഹലോ, അസ്സാം വലൈക്കും. നമ്മളിങ്ങനെ പോണെന്ന് വെച്ചാൽ എറണാകുളം എന്നറിയണത് എപ്പോഴും എറണാകുളം പോയതുകൊണ്ട് എറണാകുളം എന്നേ വായിൽ വരുള്ളൂ. ഇത് നമ്മൾ പോണത് കോയമ്പത്തൂർക്കാണ് കേട്ടോ. ഉഷിനെ കാണാൻ ഡോക്ടറെ കാണിക്കണം. പിന്നെ അവിടെ വേറൊരു ഡോക്ടറിൻ്റെ എന്താ പറയുക, കോവൈ മെഡിക്കൽ കോളേജ്, അവിടെ ഇന്നേന്ന് കാണിക്കണം. പീരീഡ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ രണ്ടാളെയും കാണിക്കണം. ഈ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ, ഞാൻ എപ്പോഴും യാത്ര പോകുമ്പോൾ പറയുന്നൊരു വാക്കാണത് കേട്ടോ, ഈ യാത്ര ഒന്ന് അവസാനിക്കാതിരുന്നെങ്കിലെന്ന്. കാരണം എത്ര യാത്ര ചെയ്താലും ഒരു മടുപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരു ടയേർഡോ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര, ഭയങ്കര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ആദ്യം എന്നെ കാണിച്ചിട്ട് പിന്നെ അരവിന്ദിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിവിടെ വലിയ ഹോസ്പിറ്റലാണിത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഡോക്ടർ അവിടെ നോക്കുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്റർ കയറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്നിട്ട് ഈ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് അരവിന്ദിലേക്ക് പോവുകയാണിത്. അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയിൽ പോണത് ഭയങ്കര എന്താ പറയുക, ടാസ്ക് എന്നൊക്കെ പറയില്ലേ. കാരണം കുലുങ്ങി നമ്മളിപ്പോൾ റോഡിലേക്ക് തെറിച്ച് വീഴും തോന്നും. അങ്ങനെയാണൊരു ഒരു യാത്ര. എന്തായാലും ശരി, അത് നമ്മളൊന്ന് ആസ്വദിക്കണമല്ലോ. എളുപ്പം എത്തേണ്ട വഴിയായിരുന്നു, പക്ഷേ ഇയാൾ ഒന്ന് വട്ടം കറങ്ങിയിട്ടാണ് നമ്മളവിടെ കൊണ്ടെത്തിച്ചത് കേട്ടോ. അങ്ങനെ ഇവിടെ രജിസ്ട്രേഷനിൽ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പക്ഷേ അതൊക്കെ ഫില്ല് ചെയ്ത് ഭയങ്കര എന്താ ഹോസ്പിറ്റലില്ലേ. ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ അരവിന്ദ് ഹോസ്പിറ്റൽ. എന്താ ഫെസിലിറ്റി എന്നറിയാം, നല്ല വൃത്തി നീറ്റ്നെസ്സും ഓക്കെ. അപ്പം നമുക്ക് വിശക്കുന്നുണ്ട്, ഉച്ച സമയം കേട്ടോ. അപ്പം നമ്മൾ എന്തിട്ടി സമൂസയും കോഫിയും വാങ്ങി, പക്ഷെ ഒരു ബട്ടർ മിൽക്ക് സ്കോച്ച് വാങ്ങി. അപ്പോഴത്തേക്കും ഉഷിൻ്റെ പേര് വിളിച്ചപ്പോൾ ഉഷി വേഗം ഓടിട്ടോ. ഇതൊക്കെ ഓരോരോ ചെക്കിങ്ങിൻ്റെ ഓരോ കൗണ്ടറുകളാണ്, ഓരോ വിഭാഗമാണ്. അങ്ങനെ ഉഷിൻ്റെ കൂടെ ആരനെ വിളിച്ചെന്നറിയോ, ഉഷിൻ്റെ പേരും വിളിച്ചു, പിന്നെ ഒരു പൊന്നുറാണീനെയും വിളിച്ചു. അപ്പം ഞാൻ അങ്ങനെ നോക്കി, ഏതാപ്പോൾ ഈ പൊന്നുറാണീന്ന്. പൊന്നുറാണീനെ ഞാൻ എടുത്തിട്ടില്ല, എടുത്തെന്നറിയില്ല. പൊന്നുറാണീനെ സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ പേരുകളൊക്കെ വെറൈറ്റിയില്ലേ. ഇവരുടെ ഈ നഴ്സുമാരുടെ ഒരു സാരി എടുത്ത ഒരു മോഡൽ കണ്ടോ. എല്ലാ നഴ്സുമാരുടെ സാരിയും ഒരുപോലെ ഇങ്ങനെ, എങ്ങനെയെന്ന് അറിയാം, അങ്ങനെ ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പിന്നെ വീണ്ടും ഇവിടെ തന്നെ എത്തി, കോവൈ മെഡിക്കൽ കോളേജിൽ തന്നെ എത്തി. അപ്പോൾ എൻ്റെ ബുഷിനെ കാത്ത് നിൽക്കുകയാണ് ഞാൻ. എന്താ തിരക്കും കാര്യങ്ങളെന്നാ പറയുക, എന്ത് തിരക്കാണെന്നറിയുക. ഇവിടെ മഴയും പെയ്യുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. ആ ചായയും കോഫിയും സമൂസയും അത് മാത്രം, ആ സ്നാക്സ് മാത്രം കഴിച്ചതാണ് കേട്ടോ. ബുഷിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ കാണാനില്ല. ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ടയേർഡായിരിക്കണത്, ഈ തിരക്കും ബഹളവും കണ്ടിട്ട്. യാത്ര പോയാൽ കുഴപ്പമില്ല, കാറിൽ കയറി കുഴപ്പമില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴേ എനിക്ക് മടുപ്പും മുഷിപ്പും ഒക്കെ കൂടെയാണ്. കാരണം ഒറ്റയ്ക്കല്ലേ, പക്ഷെ വണ്ടി എടുക്കാൻ പോയിട്ട് കാണാനുമില്ല. ഒരുപാട് വണ്ടികളുടെ ഇടയിലാണ് നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പീരീഡ്സൊക്കെ കറക്റ്റ് ആകുമെന്ന് പറഞ്ഞു, മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു, അതൊന്നും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഉഷി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ, മഴ ചാറിപ്പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടോ. കണ്ടല്ലോ, ഉഷിന് എന്താ പറയുക, അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണിൻ്റെ കാഴ്ചയുടെ കണ്ണിൻ്റെ ഞരമ്പിനൊരു തളർച്ചക്കുറവുണ്ടെന്ന് പറഞ്ഞു. അത് കാരണം എൻ്റെ ഉഷി ഭയങ്കരമായിട്ട് ടെൻഷനായി. പിന്നെ കണ്ണിലൊറ്റിക്കണ മരുന്നും തന്നു. ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു, അൽഹംദുലില്ലാ എന്നും പറഞ്ഞു ഞങ്ങൾ പോരുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.